ഇന്ന് അനുമോളെ ബിൻസിയും അതേപോലെ തന്നെ അപ്പാനിയും ക്വസ്റ്റ്യൻ ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പാനി നൈസായിട്ട് നമ്മുടെ അനുമോളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്ത്? അപ്പം അനുമോൾ പറയണോ, അതെ നീ കാരണമാണ് ബിൻസി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞായിരുന്നു, അത് നീ ചുമ്മാ പറഞ്ഞതല്ലേ? അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട് ആണ് ചുമ്മാ പറഞ്ഞതാണ്, അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ഞാൻ നിൻ്റെ അടുത്ത് അതിന് വന്ന് കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പാനി ചോദിക്കുകയാണ്, ഇത് കാരണം ഞങ്ങൾക്ക് പുറത്ത് എന്തോരം നെഗറ്റീവാണ് ഉണ്ടായതെന്നുള്ളത് നിനക്കറിയാമോ എന്ന് അപ്പാനി ചോദിക്കുകയാണ്. ഇത് നിന്നെക്കുറിച്ചാണ് അനുമോളെ ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നീ അതെങ്ങനെ എടുത്തേനെ, നീ എങ്ങനെ പ്രതികരിച്ചേനെ? അപ്പം എൻ്റെയും ബിൻസിയുടെയും ജീവിതത്തിന് ഒരു വിലയില്ലേ എന്നാണ് അപ്പാനി ചോദിച്ചത്. അതേപോലെ അപ്പാനി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നീ എന്തിനു പറഞ്ഞു? നീ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു നടക്കുന്നത് ശരിയാണോ? നീ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിനക്ക് ശരിയെന്ന് തോന്നുന്നതല്ല, ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നീ പറയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ബിൻസി പറയാണ്, അപ്പം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അപ്പാനിയുടെ എൻ്റെയും കാര്യത്തിൽ നീ പറഞ്ഞത് ഒരിക്കലും നിനക്ക് ഉറപ്പുള്ളൊരു കാര്യമായിരുന്നില്ല, അത് നീ ചുമ്മാ പറഞ്ഞതായിരുന്നു. ഇതിൻ്റെ പേരിൽ അനുഭവിച്ചത് നീയല്ല, ഞാനാണ് എന്ന് ബിൻസി പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയാണ്, പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് കണ്ട നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് കാണുന്നവർക്ക് അത് വേറൊരു രീതി തോന്നും. പക്ഷെ അത് അനുമോൾ എന്താ പറഞ്ഞതെന്നുള്ളതിൻ്റെ ഇതെനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഒരുമിച്ചിരുന്നു, കൈ കോർത്തിരിക്കും, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ അതവിടെ പറയേണ്ട കാര്യമില്ല, അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്, ഞാനത് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ അവളെ പറഞ്ഞ് ക്ലോസ് ചെയ്യണമായിരുന്നു. പക്ഷേ അനുമോൾ അത് പിന്നെ അത് പിടിച്ച് തൂങ്ങി അനുമോളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം അത് അവിടെ പറഞ്ഞ് ക്ലോസ് ചെയ്ത് ആ ചാപ്റ്റർ അവിടെ അങ്ങ് തീരുമായിരുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്, അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ. അനുമോളെ അവിടെ എന്താ ഒരു ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്തു, കൈ പിടിച്ചു. അപ്പം അക്ബർ വന്ന് പെട്ടെന്ന് ചാടി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൈ പിടിച്ചാൽ എന്താ, ആർക്കും കൈ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, കൈ പിടിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥമല്ല ഇങ്ങനെയാണോ കുലസ്ത്രീ എന്നുള്ള രീതിയിൽ അക്ബർ കടന്ന് ചാടിക്കുന്നുണ്ട്. ഉടനെ തന്നെ അപ്പാനി ശൈത്യയോട് ചോദിക്കുന്നുണ്ട്, കാരണം ശൈത്യയും കൂടിയിരുന്ന ആളാണ്, ആദില നൂറ കൂടിയിരുന്ന ആളാണ്, ഇവർ 4 പേരും കൂടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അവിടെ നിന്ന് ശൈത്യ നൈസായിട്ട് കൈ അങ്ങോട്ട് ഒഴിയുന്നുണ്ട്. അപ്പം അനുമോൾ പറയണം, അപ്പാനിക്കും ബിൻസിക്കും ഒരു നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല, എന്താണെങ്കിലും അനുമോൾ അത് പറയരുതായിരുന്നു. പക്ഷേ ഈ കൂടിയിരുന്ന് പറഞ്ഞവരാരും അതിനകത്ത് ഏൽക്കുന്നില്ല. പറഞ്ഞു, കൂടിയിരുന്ന് ഇത്രയും ആൾക്കാർ എൻ്റെ കൂടെ പറഞ്ഞിരുന്നു, ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തത് ബിൻസിയുടെ നല്ലതിന് വേണ്ടിയാണ്. ബിൻസി എപ്പോഴും പോയി അപ്പാനിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ബിൻസിക്ക് അത് നെഗറ്റീവായിട്ട് വരുമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് അനുമോൾ പറയുന്നുണ്ട്. അനു അപ്പം പെട്ടെന്ന് തന്നെ ചോദിക്കുക, ഇതൊരു ഷോ അല്ലേന്ന്. അത് കയറി ഇവർക്ക് കൊണ്ട് ഇവർ ചോദിക്കുക, ഷോ ആണെങ്കിൽ നീ അനീഷേട്ടൻ്റെ പുറകെ കണ്ണും കൈയും കാണിച്ച് കലാശം കാണിച്ചിട്ട് അയാളെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിച്ചതല്ലേ, നീ അയാളെ ഓരോ ഇമോജി വിട്ട് അയാളെ ഇച്ചായെന്ന് വിളിച്ചിട്ട് നീ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് തമാശയാന്ന് പറഞ്ഞു. അത് തമാശയെന്ന് പറഞ്ഞപ്പം ഒബ്വിയസ്ലി അവർക്ക് കയറി കൊണ്ടു. അപ്പം നീ കാണിച്ചത് തമാശ, ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലല്ലേ, അത് ഞാൻ കെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തതെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് കാണിക്കുന്നത് കെയറിങ്, അപ്പോൾ നീ കാണിക്കുന്നതൊക്കെ എന്തുവാന്ന് ചോദിച്ചിട്ട് ബിൻസി പിന്നെ ഒരു താണ്ഡവമായിരുന്നു അവിടെ. നിനക്ക് വായി തോന്നുന്നത് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നീ നല്ല മിടുക്കിയാണെന്ന് എനിക്കറിയാം, അങ്ങനെ ചെയ്യുന്നത് നിൻ്റെ തെറ്റാണെന്നൊക്കെ ഉള്ള രീതിയിൽ ബിൻസി കുറേ പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാം ഇത് പറഞ്ഞ് പിന്നെയും പ്രശ്നമാകും, എന്തിനാ വെറുതെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അടങ്ങാൻ പറയുന്നുണ്ട്. പക്ഷേ ബിൻസി കേൾക്കുന്നില്ല. അതേപോലെ ബിൻസി പറയുന്നുണ്ട്, കണ്ടന്റിന് ദാരിദ്ര്യം വരുമ്പോൾ ഷാനവാസ് ഉൾപ്പെടെ ഈ കാര്യം എടുത്തിട്ട്, അത് ശരിയാണ്, ഷാനവാസ് അന്ന് കാണിച്ചത് മഹാ തെമ്മാടത്തരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം അനുവിൻ്റെ വായിന്നും അല്ല ഇത് കേട്ടത്, അതാണ് അതിനെക്കാട്ടില്ല. ഇത് ആദിലാണ് ഷാനവാസിൻ്റെ അടുത്ത് കൊളുത്തി കൊടുത്തത്. ആദില അനുവിൻ്റെ വായിൽ നിന്ന് കേട്ടു, അതിനുശേഷം ആദിലയുടെ അടുത്ത് പോയി ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഷാനവാസ് ഇതൊരു ഒരു ഇതായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ അപ്പാനിയെ തകർക്കാൻ വേണ്ടിയിട്ട്. അനു വന്നിട്ട് ഇവിടെ കിടന്ന് പറഞ്ഞതിൻ്റെയൊക്കെ അനുഭവിച്ചത് ഞാനാണ് പുറത്ത് നിന്നെന്നുള്ള രീതിയിൽ ബിൻസി പറയുന്നുണ്ട്. അനീഷിൻ്റെ അടുത്ത് ഇവൾ കാണിച്ചതിൻ്റെ 1% പോലും എൻ്റെ അപ്പാനിയുടെ ഇടയിൽ നടന്നിട്ടില്ലെന്ന് ഇവൾക്കറിയാം. എന്നിട്ട് അവൾക്കത് തമാശ, ഞാൻ അപ്പാനിയോട് കാണിച്ചത് ഇവൾക്ക് വേറെ രീതിയിലുള്ള ആ ഒരു വർത്തമാനം എന്നുള്ള രീതിയിലൊക്കെ ബിൻസി പറയുന്നുണ്ട്. എന്തായാലും അനുമോൾ ഉടനെ അപ്പാനിയുടെ കൈ പിടിച്ചിട്ട്, ബിൻസി ഇങ്ങനെയൊക്കെ വന്നിരിക്കും, അപ്പാനിക്ക് പുറത്ത് ഫാമിലി ഉള്ളതല്ലേ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവൾക്കും കൂടെ ദോഷമല്ലേ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചത് എന്നുള്ള രീതിയിൽ അനുമോൾ അവിടെ പറയുന്നുണ്ട്. അപ്പം തന്നെ അക്ബർ കയറി ഇടപെടുന്നുണ്ട്. അപ്പം ഉടനെ നമ്മുടെ ആദില എഴുന്നേറ്റ് നിന്നിട്ട്, ഓർത്തണം ആദിലയുടെ ഒരു സ്നേഹവും ഫ്രണ്ട്ഷിപ്പൊക്കെ, ഇവർ 4 പേരും കൂടെ ആട്ടോ ഇന്ന് പറഞ്ഞത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്തൊരിത്. അനുമോൾ മാത്രമല്ല, ഈ പറഞ്ഞ ആദില ആയിക്കോട്ടെ, ശൈത്യ ആയിക്കോട്ടെ, നൂറ, ഇവർ 3 പേരും കൂടെ പറഞ്ഞൊരു കാര്യം അനുമോളുടെ തലയിൽ മാത്രം എടുത്തിട്ട് എഴുന്നേറ്റ് നിന്ന് ആദില പറഞ്ഞു കൊടുക്കുകയാണ്. ഇവൾ പറഞ്ഞു, നീ ക്ലീവേജ് കാണിച്ചിട്ട് അപ്പാനിയുടെ മുൻപിൽ പോയി ഇരുന്ന് കൊടുത്തു എന്നുള്ള രീതിയിൽ. ശരിക്കും അങ്ങനെ ആയിരുന്നില്ല അനുമോൾ പറഞ്ഞത്, അതൊന്നാമത്തെ കാര്യം. ഇവളെ എന്നുവെച്ചാൽ പറഞ്ഞതിനെ ന്യായീകരിക്കല്ലോ കേട്ടോ, അനുമോൾ അങ്ങനെ പറയാൻ പാടില്ല. ഇതിപ്പോൾ ആദിലയായാലും അനുമോളായാലും ആരായാലും പറഞ്ഞത്
തെറ്റാണ്, അത് 100%. പക്ഷേ ഈ പറഞ്ഞ 4 ബാക്കി 3 പേരും കൈ ഒഴിഞ്ഞിട്ട് ഒരാളുടെ തലയിൽ മാത്രം ആ കുറ്റം ഇട്ട് കൊടുത്തത് ശരിയാണോ? അതിലിടെ നൂറയുടെ പണ്ട് തൊട്ടേയുള്ള സോക്കടാണ് ഇത്, പല കാര്യത്തിലും എടുത്തിട്ട് കൊടുക്കുക എന്നുള്ളത്. അന്നേരം ഒന്നും മിണ്ടാതെ കേട്ട് നിന്ന ഇവളുമാര്, അല്ലെങ്കിൽ അവരും പറഞ്ഞിരുന്നു എന്നുള്ളത് അനുമോൾ വ്യക്തമാക്കി പറയുന്നുണ്ട്. ശൈത്യ പറയുന്നുണ്ട്, ശൈത്യ പറഞ്ഞു. പക്ഷെ അനുമോൾക്കായിരുന്നു കൂടുതൽ കൺസേൺ എന്ന് നൂറ പറയുന്നു. അപ്പോൾ ഇവർക്ക് കൺസേൺ ഇല്ലാത്ത ആൾക്കാരല്ല, ആദിലയ്ക്കാണെങ്കിലും നൂറയ്ക്കാണെങ്കിലും ശൈത്യക്കാണെങ്കിലും കൺസേൺ ഉള്ള ആൾക്കാരായിരുന്നു. ഇവർ കൂടെ ഇരുന്ന് ഒരുമിച്ച് സംസാരിച്ച കാര്യമാണ് ഇപ്പം ആദില അനുവിനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അനു അവിടെ നിന്ന് പറയുന്നുണ്ട് ഇവർ 3 പേരും പറഞ്ഞിരുന്നു എന്ന് പറയുമ്പം അനുവിനത് എന്ന് വെച്ചാൽ എക്സ്പ്രസ് ചെയ്ത് ഇവരും ഉണ്ടായിരുന്നല്ല, ഇവരും പറഞ്ഞു, എന്നെ മാത്രം എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടി അനുവിന് പറ്റുന്നില്ല. അപ്പോൾ അനു ഉടനെ പറയുന്നുണ്ട് ഇവരും പറഞ്ഞിരുന്നു, അപ്പാനി പറഞ്ഞല്ലോ നീ എൻ്റെ അടുത്ത് വന്നിരുന്നാണ് സംസാരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോകാറില്ല എന്ന് അപ്പാനി പറഞ്ഞല്ലോ. അപ്പം അപ്പാനിയും ഓൾറെഡി ബിൻസിക്കിട്ട് ഒരു കൊട്ട് കൊടുത്ത് കഴിഞ്ഞു. അതായത് അപ്പാനി ഇതിനകത്ത് കുറ്റക്കാരനല്ല, ബിൻസിയാണ് അപ്പാനിയുടെ അടുത്തോട്ട് വരുന്നതെന്നുള്ളത്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അപ്പാനി എഴുന്നേറ്റ് നിന്നിട്ട്, ഞാൻ എപ്പോഴെങ്കിലും ബിൻസിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ, ഞാൻ എപ്പോഴും ബിൻസിൻ്റെ അടുത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. ശരിക്കും അപ്പാനി അതല്ല പറഞ്ഞത്, ഇതിനകത്ത് ഞാൻ തെറ്റുകാരനല്ല, ബിൻസിയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്, ബിൻസിയെ മോശക്കാരിയാക്കിയാണ് അപ്പാനി പറഞ്ഞത്. പക്ഷെ അനുമോൾ ഇതിവിടെ എടുത്തിട്ടപ്പോൾ അപ്പാനി പ്ലേറ്റ് തിരിച്ചു. അങ്ങനെ പറഞ്ഞവരും നിന്നവരും എല്ലാം മാറി ഒറ്റ ഒരാളെ തെറ്റുകാരിയായിട്ട് ഇപ്പോൾ ഉള്ളൂ, അത് അനുമോൾ മാത്രമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശൈത്യ അവിടെ നിന്ന് പറയുന്നുണ്ട് ശൈത്യയും അനുവും കൂടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചെന്നുള്ളത് ശൈത്യ പറയുന്നു. പക്ഷേ ശൈത്യയോട് ആരും ചോദിക്കുന്നില്ല. പിന്നെ ബിൻസി അങ്ങോട്ട് ശരിക്കും അനുമോളെ ഇട്ട് തൂത്ത് വാരുന്ന പോലെ പറയുമായിരുന്നു, നീ ഇവിടെ നിൽക്കുന്നതും നിന്നെ ഈ തെമ്മാടിത്തരം കാണിച്ച സപ്പോർട്ട് ചെയ്യാനും പുറത്ത് ആൾക്കാരുണ്ടാവും, പക്ഷേ നീ ഇവിടെ നിൽക്കുന്നത് നിൻ്റെ കഴിവ് കൊണ്ടല്ല, PR-ൻ്റെ ബലത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അനുവിനെ ഒതുക്കി കളയുവാണ്. അവിടെ അക്ബറും എല്ലാവരും കൈയടിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരെ ആരും ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. കൂടെ നിന്ന് പറഞ്ഞ ശൈത്യയെ പോലും ആരും ഒന്നും പറയുന്നില്ല. ഈ ശൈത്യം അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ തേർഡ് പാർട്ടി നോക്കുമ്പോൾ നിങ്ങളെ ഒരു മോശക്കാരായിട്ട് തോന്നുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അനുമോൾക്കാണ് കൂടുതൽ കൺസേൺ എന്നുള്ളത് കൊണ്ട് ഇവരാരും അതിനകത്തില്ല എന്നല്ലല്ലോ, ഇവർ 3 പേരും അതിനകത്തുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അനുമോൾ ബിൻസിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ബിൻസിയോട് പറയാണ്, ബിൻസി ഇത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കാര്യം എനിക്കും ബിഗ് ബോസിനും മാത്രമേ അറിയത്തുള്ളൂ, ബിഗ് ബോസിനെ അറിയത്തുള്ളൂ. ഇവിടെ പറഞ്ഞവളുമാരെല്ലാം കൈമലർത്തി ഇവളുമാരെല്ലാം കൂടെ നിന്ന് പറഞ്ഞതാണ്. ഈ അപ്പാനി ഉൾപ്പെടെ മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നീയാണ് അപ്പാനിയുടെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുന്നതെന്ന്. എന്നിട്ട് അപ്പാനി വരെ കൈമലർത്തി. അപ്പോൾ ബിൻസി ചോദിക്കുന്നു, നീ എന്താ അന്നേരം വാ തുറന്ന് പറയാഞ്ഞത്? അപ്പോൾ അനുമോൾ പറയണം, ഞാൻ ഇവരെയൊക്കെ നോക്കുമായിരുന്നു, ഇവരൊക്കെ പറയുന്നു, ഇവരെ ഫേസ് ചെയ്യാൻ നോക്കുമായിരുന്നു. എന്തായാലും ബിൻസിയുടെ അടുത്ത് അനുമോൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ശൈത്യയും ആദിലയും നൂറയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ അവളുമാരെ കൈമലർത്തിയ മലർത്തായിരുന്നു ഇതിനകത്ത് ഏറ്റവും അടിപൊളി. അപ്പോൾ ഒരു കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയാൽ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് ഒരാളുടെ തലയെ വെച്ചിട്ട് മാറി നിന്നിട്ട് ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾ ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പോകുന്നത് അത്ര ശരിയായിട്ടുള്ള നിലപാടല്ല. ഇത് ആരോടാ പറയുന്നേ? ഈ ആദിലയും നൂറയും കുറിച്ച് പറഞ്ഞ് മടുത്തു. ഈ ആദിലയും നൂറയുടെ സ്വഭാവം അവളുമാരെങ്കിലും പുറത്തിറങ്ങുമ്പോൾ അവളുമാരെങ്കിലും സ്വന്തമായിട്ട് മനസ്സിലാക്കിക്കോട്ടെ. സ്വന്തം കൂട്ടുകാരി അവരെ ഒരുമിച്ചിരുന്ന് പറഞ്ഞൊരു കാര്യം ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെടുത്തിട്ട് പോയിന്റ് കൊടുത്ത ആളാണ് ആദില. കൂട്ടത്തിൽ നിന്ന് സംസാരിച്ചതാണ്. ഈ നൂറ തന്നെ പറയുന്നുണ്ട്, നിനക്കായിരുന്നു കൂടുതൽ കൺസേൺ. അതായത് നൂറയ്ക്ക് കൺസേൺ ഇല്ലെന്നല്ല ബിൻസിയുടെ കാര്യത്തിൽ, ഉണ്ടായിരുന്നു, അവർ സംസാരിച്ച വിഷയവുമായിരുന്നു. ഇതിനകത്ത് ഞാൻ അനുമോളെ ന്യായീകരിച്ച് പറയുമല്ല, അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ അനുമോള് മാത്രം തെറ്റുകാരി ആവുന്നില്ലല്ലോ, ഈ പറഞ്ഞവരെല്ലാവരും തെറ്റുകാരല്ലേ. എന്തുകൊണ്ട് ആ ശൈത്യയോടൊന്നും ഇതേ രീതിയിൽ ബിൻസി ചോദിക്കുന്നില്ല? ശൈത്യ ഇപ്പോഴും ഫ്രണ്ടായിട്ട് ബിൻസി എന്തുകൊണ്ട് കൊണ്ട് നടക്കുന്നു? ഇവളെപ്പോലൊക്കെ ഉള്ള കട്ടപ്പകളെ ഫ്രണ്ടായിട്ട് അറിയിൽ കൊണ്ട് നടക്കുമോ? എന്തായാലും എനിവേ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രശ്നം. അത് നല്ലൊരു പ്രശ്നമായിരുന്നു, അനുമോൾക്ക് നല്ല നെഗറ്റീവായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. ബിക്കോസ് അനുമോൾ അത് പറഞ്ഞു എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് അത് പോയിട്ടുണ്ട്. അതൊരു നല്ല നെഗറ്റീവ് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം.